വെറ്റിനറി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്.എഫ്.ഐക്ക് ജയം. പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലും പൂക്കോട് ബി.ടെക് ഡയറി കോളേജിലും എതിരില്ലാതെ എസ്.എഫ്.ഐ വിജയിച്ചു. വിവരങ്ങളുമായി അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ്, എതിരില്ലാത്തൊരു വിജയമാണ് എസ്.എഫ്.ഐ സ്വന്തമാക്കിയിരിക്കുന്നത്. വയനാട് ലക്കിടിയിൽ പ്രവർത്തിക്കുന്ന വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ 2 ക്യാമ്പസുകളിലാണ് എസ്.എഫ്.ഐ എതിരില്ലാതെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലും അതോടൊപ്പം പൂക്കോട് ബി.ടെക് ഡയറി കോളേജിലും ഈ ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുന്ന ബി.ടെക് ഡയറി കോളേജിലുമാണ് എതിരില്ലാതെ എസ്.എഫ്.ഐ സ്ഥാനാർത്ഥികൾ വിജയം നേടിയിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോഴാണ് എസ്.എഫ്.ഐക്ക് എതിരാളികൾ ഇല്ലാതായത്. നേരത്തെ പല സീറ്റുകളിലും എസ്.എഫ്.ഐ എതിരില്ലാതെ നേരത്തെ തന്നെ വിജയിച്ച സാഹചര്യമുണ്ടായിരുന്നു. 17ഉം 27ഉം സീറ്റുകളായിരുന്നു ഇത് ക്യാമ്പസുകളുമായുള്ളത്. നേരത്തെ എസ്.എഫ്.ഐയുടെ ക്യാമ്പസിൽ എസ്.എഫ്.ഐക്കെതിരെ വലിയ ആരോപണങ്ങളും മറ്റും ഉയർന്നിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായുള്ള പല ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങളുമെല്ലാം എതിരിട്ടാണ്, അല്ലെങ്കിൽ അത് മറികടന്നാണ് എസ്.എഫ്.ഐക്ക് വലിയ പിന്തുണ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതായി കാണാം. ഏതായാലും പൂക്കോട് വെറ്ററിനറി ക്യാമ്പസിൽ വീണ്ടും എസ്.എഫ്.ഐ എതിരില്ലാതെ 2 ക്യാമ്പസുകളും വിജയിച്ചിരിക്കും. വ്യക്തമാണ് അനൂപ്. വെറ്റിനറി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്.എഫ്.ഐക്ക് വിജയം. നിലവിലുണ്ടായിരുന്ന വിവാദങ്ങളെയും മറ്റും കാറ്റിൽ പറത്തിയാണ് എതിരില്ലാതെ എസ്.എഫ്.ഐ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് സ്വന്തമാക്കിയിരിക്കുന്നത്. അനൂപാണ് വിവരങ്ങൾ നൽകിയത്.